എന്നോടൊപ്പം ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ തത്സമയം ചേരുകയാണ്. നമസ്കാരം മിനിസ്റ്റർ, ആദ്യം തന്നെ പൊങ്കാല ആശംസകൾ. എല്ലാവർക്കും എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും? എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങളും ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സിറ്റി മുഴുവൻ, അതോടൊപ്പം ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് ഇവിടെയൊക്കെ തന്നെ വെളുപ്പിന് 2 മണി 3 മണി 4 മണിക്ക് തന്നെ സ്ത്രീജനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തി. ഇപ്പൊ ഇവിടെ കോഴിക്കോട് കക്കോടിയിൽ നിന്ന് ആളുകളുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരത്ത് ഈ വിതുര പാലോട് മേഖലയിൽ നിന്നാണ് ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ഉള്ളത്. വലിയൊരു അനുഭവമാണ്. കാരണം ശരിക്കും ഒരു സ്ത്രീത്വത്തിന്റെ സെലിബ്രേഷൻ കൂടിയാണ് അല്ലേ? കാരണം ദേവീക്ഷേത്രം, അതുപോലെ ഇത്രയും സ്ത്രീജനങ്ങൾ വന്ന് ഭക്തിപൂർവ്വം ആചാരാനുഷ്ഠാനങ്ങളോടെ പൊങ്കാല ഇടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ മുൻപെപ്പോഴെങ്കിലും ഇങ്ങനെ പൊങ്കാല ഇടാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടോ? അല്ല, പൊതുപ്രവർത്തന ജീവിതത്തിന് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പൊ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പക്ഷെ അത് ഡെസ്കിൽ നമ്മൾ മിക്കവാറും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക. അപ്പോ ഈ നിലയിൽ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് MLA ആയിരിക്കുമ്പോഴും ആറന്മുള മണ്ഡലം കേന്ദ്രീകരിച്ചാണല്ലോ. പിന്നെ ഈ കാലഘട്ടത്തിലാണ്, ഈ ഒരു ടേമിലാണ് നമ്മൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അതിൽ ഇടപെടുന്നത്. പിന്നെ ഇന്നലെ ഞാൻ ആറ്റുകാലിൽ പോയിരുന്നു, കഴിഞ്ഞ വർഷവും പോയിരുന്നു. ആരോഗ്യ വകുപ്പിന്റേതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരിട്ട് ഉറപ്പുവരുത്തിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എത്തുന്ന ഒരു ഉത്സവം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വലിയ ചൂടാണ്, അപ്പോൾ ഇടവേളകളിൽ വെള്ളം കുടിക്കണം, ഇത്തരത്തിലുള്ള നിർദ്ദേശമൊക്കെ മുൻപ് തന്നെ ആരോഗ്യ വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്രം ഭാരവാഹികളും അപ്പൊ ആ മേഖലയിൽ എല്ലാവരും ഇടവിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ പ്രാദേശികമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലായിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തൈക്കാട് ഹൗസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു ഡോക്ടറുടെ ഉൾപ്പെടെ സേവനം നൽകുന്നുണ്ട്. പിന്നെ ഹീറ്റ് ക്ലിനിക്കുകൾ ഉണ്ട്. കാരണം നല്ല ചൂടാണ്. ഇന്നലെ നമുക്കൊരു നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വെയില. ഒന്ന് മഴക്കോളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആകും. അപ്പൊ വെള്ളം നമ്മൾ ഈ ചൂടിലും ഇതിലും വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറന്നുപോകും. പിന്നെ വ്രതമെടുക്കുന്നവരുണ്ട്, ഇതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂളറ്, പിന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ ക്ലിനിക്കുകളിലും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ദേവീക്ഷേത്ര സന്നിധിയിലും പരിസരങ്ങളിലും അനുബന്ധ സ്ഥലങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്.